IPL-മായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്ന പ്രധാനപ്പെട്ട രണ്ട് അപ്ഡേറ്റുമായിട്ടാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് ജസ്പ്രീത് ബുംറയുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ഏറെ നാളുകളായി പരിക്കിന്റെ പിടിയിലാകപ്പെട്ട താരമായിരുന്നു ജസ്പ്രീത് ബുംറ. എന്നാൽ ഇപ്പോൾ ഇതാ മുംബൈ ഇന്ത്യൻസ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. താരം പരിക്കൊക്കെ മാറി NCA ക്ലിയറൻസ് ഒക്കെ കിട്ടി ഫിറ്റ്നസ് ഒക്കെ തെളിയിച്ച് താരം ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ഒഫീഷ്യലായിട്ട് മുംബൈ മാനേജ്മെന്റ് തന്നെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും മുംബൈ ഇന്ത്യൻസ് നമുക്കറിയാം ഇപ്പോൾ വളരെ മോശം സ്ഥിതിയിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ മുംബൈ ഇന്ത്യൻസിന്റെ ബോളിംഗ് ലൈനപ്പ് ഒന്നുകൂടി ബുംറ വരുന്നതോടുകൂടി ഒന്നുകൂടി സ്ട്രോങ് ആയി മാറിയിട്ടുണ്ട്. ഏതായാലും ബുംറ വന്നത് വളരെയധികം മുംബൈയെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്ത അപ്ഡേറ്റ് മലയാളി താരം സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ട് മുൻ ഇന്ത്യൻ താരമായുള്ള ആകാശ് ചോപ്ര ഇന്നലെ മത്സരശേഷം നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സഞ്ജു സാംസൺ ക്യാപ്റ്റൻസി ഒക്കെ മികച്ചതായിരുന്നു, പക്ഷേ അദ്ദേഹം കീപ്പിംഗിലും അതുപോലെ അദ്ദേഹം റിവ്യൂ എടുക്കുന്ന സമയത്തും ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കീപ്പിംഗ് സഞ്ജു സാംസന്റെ ഭാഗത്തു നിന്നും ഒരുപാട് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു കീപ്പറായ സഞ്ജു അല്പം കൂടി ഒരു മെച്യൂരിറ്റി കാണിക്കണമെന്നാണ് ആകാശ് ചോപ്ര പറഞ്ഞിട്ടുള്ളത്. ഇന്നലത്തെ മത്സരം വിജയിക്കാൻ സാധിച്ചു, അതൊക്കെ ശരി തന്നെയാണ്. സഞ്ജുവിന്റെ ഭാഗത്തു നിന്നും കീപ്പിംഗിൽ ഒരുപാട് പിഴവുകൾ കാണാൻ സാധിച്ചതിൽ വളരെയധികം ദുഃഖമുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ആകാശ് ചോപ്ര. ഇന്നലെ സ്റ്റാർ സ്പോർട്സിൽ നടന്ന ഒരു അഭിമുഖത്തിലാണ് ആകാശ് ചോപ്ര ഈ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും നമുക്കറിയാം ഇന്നലെ സഞ്ജു സാംസന്റെ ഭാഗത്തു നിന്നും കീപ്പിംഗിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ റിവ്യൂ എടുക്കുന്ന ഭാഗത്തൊക്കെ ഒരുപാട് മിസ്റ്റേക്കുകൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും ആകാശ് ചോപ്ര അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ ഒരു രണ്ട് അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തൂ.